വിദ്യാഭ്യാസ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ 125ാം വാർഷികം ആഘോഷിച്ച് ഊരകം CMS LP സ്കൂൾ. ക്വാഡ്രൻസ് ബ്ലാസ്റ്റ് 2026 എന്ന കലാവിദ്യാഭ്യാസ പരിപാടികളോടെയാണ് വാർഷികം സമാപിച്ചത്. CSI കൊച്ചിൻ മഹാ ഇടവക ബിഷപ്പ് കുര്യൻ പീറ്റർ സമ്മേളനം ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ലീമോൾ സി വോഗീസ് സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസത്തിന്റെ മൂല്യവും മിഷണറി പൈതൃകത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും കുറിച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. 125 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാലഘട്ടമല്ല. ഞാൻ സിജോ സാറോട് ചോദിച്ചു, ഈ നാട് എങ്ങനെ ഇരുന്നിരിക്കണം അന്നത്തെ കാലത്ത്. അപ്പോൾ ഇവിടെയൊന്നും ആളുകളെ ഇല്ലായിരുന്നു, കുറച്ച് മാറി ദൂരെയാണ് ആളുകളൊക്കെ പാർത്തിരുന്നത്. ഇവിടെ ചെറിയൊരു വഴിയേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദീർഘദർശനത്തോടു കൂടി ദേശത്തിന് അനുഗ്രഹമാകുമാറ് ആരുടെയൊക്കെയോ ഒരു മനുഷ്യ സ്നേഹം, ദൈവസ്നേഹം, അതുപോലെ കുഞ്ഞുങ്ങളെ പ്രബുദ്ധരാക്കാനും അത് വളർത്താനുള്ള ഒരു ചെറിയ തിരുനാളം കൊളുത്തലാണ് വിദ്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. വിദ് എന്ന് പറഞ്ഞ ഒരു സംസ്കൃത വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം വിളക്കുന്ന ചെറിയൊരു വെളിച്ചമെന്നാണ്. അതിനകത്തു നിന്നാണ് വിദ്യാഭ്യാസം, പ്രകാശത്തെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു മനുഷ്യൻ ഇരുട്ടുള്ളൊരു മുറിയിലേക്ക് കയറി വന്നപ്പോൾ വാതിലൊക്കെ തുറന്ന് പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി ആൾ അലിശം കെട്ടി താഴെ വീണു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഇരുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം അതിനെല്ലാം ശപിച്ചു. ആരെ എവിടെ കൊണ്ടുവിട്ട്, ഞാൻ എന്തിലാണ് തട്ടി വീണത് എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ചെറിയ മെഴുകുതിരിയുമായിട്ട് ആ മുറിയിലേക്ക് കയറി വന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് തെളിഞ്ഞു വന്നത്. ആ മുറിയിലുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ മനസ്സിലായി, വളരെ വിലപിടിപ്പുള്ള മനോഹരമായ ഫർണിച്ചറുകളായിരുന്നു, അതിലാണ് അദ്ദേഹം തട്ടി വീണത്. അപ്പോൾ ഈ വെളിച്ചം വരുമ്പോൾ നമ്മുടെ പല അജ്ഞതകൾ, അറിവില്ലായ്മകളൊക്കെ മാറണം. CMS സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജർ ജോൺസൺ ഇ ജോർജ് അധ്യക്ഷനായിരുന്നു. ആളുകൾ, കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുകയുണ്ടായി. പലരും പല സ്ഥാനങ്ങളിൽ അവർ എത്തി. ഇനിയും നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട് എങ്കിലും ഒത്തിരി വളരെ മുന്നേറേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഴയ കാലത്തെ പോലെ അത്ര എളുപ്പമുള്ളതായ ഒരു കാര്യമല്ല. നമ്മളെ പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ ഇന്ന് ഒത്തിരി മാറിയിരിക്കുന്നു. അധ്യയനം തന്നെ വലിയ ഒരു ദുഷ്കരമായിരിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിന് ശേഷമൊക്കെയും അധ്യയന കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഒത്തിരി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിപ്പാൻ ചെടിയും മരങ്ങളും കളിസ്ഥലങ്ങളൊക്കെയും ധാരാളമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇതെല്ലാം പരിമിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. എങ്കിലും ഈ സ്കൂള് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നമ്മുടെ ഇവിടെയുള്ള അധ്യാപകരുടെയും PTA-യുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇവിടെ ഇത്രയും ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്കും ഇതിൻ്റെ നിലനിൽപ്പിനും കാരണമായി തീർന്നത്. ഇതൊരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ആവശ്യമാണ്. അത് നമുക്ക് താമസം കൂടാതെ ഈ പ്രോജക്റ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. മഹാഇടവകയിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു പ്ലാനൊക്കെ വരച്ചുവെങ്കിലും അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ഫണ്ട് എങ്ങനെ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള പല കാര്യങ്ങളും, ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് സ്മരണിക പ്രകാശനം നിർവഹിച്ചു. ഗായകൻ വൈഷ്ണവ് വെള്ളംകണ്ടത്ത് മുഖ്യാതിഥിയായി. മിഷണറി പൈതൃകത്തെക്കുറിച്ച് ജോൺ ജോസഫ്, സ്വപ്നങ്ങളിലൂടെ മുന്നേറുന്ന തലമുറയെക്കുറിച്ച് PK മാമൻ എന്നിവർ സന്ദേശം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സുഭാഷിനെ ആദരിക്കൽ ബിജീഷ് പുലിപറമ്പിൽ നിർവഹിച്ചു. പ്രധാനാധ്യാപകന്റെ നെയിം ബോർഡ് പോൾ ജോസഫ് അനാച്ഛാദനം ചെയ്തു. AK ഷഫിയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ് സമ്മാനദാനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് M ഷാനവാസ്, പഞ്ചായത്ത് പ്രതിനിധികൾ, വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഇവാൻ ബീറ്റ്സ് അവതരിപ്പിച്ച സംഗീത പരിപാടിയും അരങ്ങേറി.